ജിഷ കൊലക്കേസിൽ നിർണായകമായ വഴിത്തിരിവ്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു. ജിഷയുടെയും മഞ്ഞ ഷർട്ടിട്ട യുവാവിന്റെയും ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ വളം വിൽപ്പന കേന്ദ്രത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങളാണിത്. കൊല നടന്ന ദിവസം ഉച്ചയ്ക്ക് 1:30 ജിഷയും യുവാവും വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കേസിൽ വഴിത്തിരിവാകുന്ന നിർണായക തെളിവ് പോലീസിന് ലഭിച്ചത്. മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് ജിഷയെ പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ച CCTV ക്യാമറയിലുള്ളത്. കുറുപ്പമ്പടിയിലെ വളം വിൽപ്പന കേന്ദ്രത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ ഇനിയും പരിശോധിക്കാനുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കൊല നടന്ന ദിവസം രാവിലെ ജിഷ കോതമംഗലത്തേക്ക് പോയിരുന്നുവെന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ യുവാവ് പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജിഷയുടെ വീട്ടിൽ നിന്നും നിലവിളി കേട്ടിരുന്നതായും മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടതായും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മഞ്ഞ ഷർട്ടുധാരി ജിഷയുടെ വീടിന് പുറകുവശത്തെ മതിൽ ചാടി കടന്നുപോയതായും കനാലിൽ കൈകാലുകൾ കഴുകുന്നത് കണ്ടതായുമുള്ള മൊഴികളും പോലീസിന് ലഭിച്ചിരുന്നു. ഇരിങ്ങോൾക്കാവിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ കണ്ട യുവാവ് ധരിച്ചിരുന്നതും മഞ്ഞ ഷർട്ടാണെന്നും അയൽവാസികളുടെ മൊഴികളിൽ വ്യക്തമാണ്. ഈ മൊഴികൾ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇവ വിദഗ്ധരെ കൊണ്ട് പോലീസ് പരിശോധിപ്പിക്കും. അതേസമയം നേരത്തെ കസ്റ്റഡിയിലെടുത്ത ഗുണ്ടാ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 10 വർഷത്തിന്മേൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പി താജുദ്ദീൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. താജുദ്ദീൻ, വിശദാംശങ്ങൾ. സൗമ്യ, സംസ്ഥാനത്ത് 2000-ലധികം സിസിയിലുള്ള ഡീസൽ വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഹരിത ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച വിധി ഹൈക്കോടതി പൂർണ്ണമായും സ്റ്റേ ചെയ്യുകയായിരുന്നു. 10 വർഷത്തിലധികം കാലപഴക്കമുള്ള 2000 സിസിയിലധികമുള്ള വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന വിധി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നില്ല. എന്നാൽ ഈ വിധിയും ഇത് സംബന്ധിച്ച പഠനങ്ങളില്ലാതെയാണ് ഹരിത ട്രിബ്യൂണൽ പുറപ്പെടുവിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് PB സുരേഷ് കുമാർ സ്റ്റേ ചെയ്യുകയായിരുന്നു. പുതിയ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷന് നിരോധനം ഏർപ്പെടുത്തിയ വിധി നേരത്തെ തന്നെ സ്റ്റേ ചെയ്തിരുന്നു. KSRTCയും ഒപ്പം തന്നെ സ്വകാര്യ ബസ് ഉടമകളും സമർപ്പിച്ച ഹർജി ഫയൽ സ്വീകരിച്ചാണ് ഇപ്പോൾ പൂർണ്ണമായും സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശരിയായ പഠനമില്ലാതെയാണ് ഡീസൽ വാഹനങ്ങൾക്ക് കേരളത്തിലെ 6 പട്ടണങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയതെന്ന് സിംഗിൾ ബെഞ്ച് വിലയിരുത്തുകയായിരുന്നു. ഒപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാർ ഹർജി നിലനിൽക്കില്ല എന്ന ഹർജിക്കാരുടെ വാദവും കോടതി തള്ളിക്കളഞ്ഞു. സുപ്രീം കോടതിയിൽ മാത്രമേ ഹരിത ട്രിബ്യൂണലിന്റെ വിധി ചോദ്യം ചെയ്യാവൂ എന്ന് കേസിലെ ഹർജിക്കാരായ അഭിഭാഷക സംഘടന കോടതിയിൽ അത് ബോധിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഹരിത ട്രിബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിക്കാവുന്നതാണ് എന്ന് കോടതി വിലയിരുത്തിക്കൊണ്ടാണ് ഹരിത ട്രിബ്യൂണലിന്റെ വിധി കോടതി സ്റ്റേ ചെയ്തത്. ഇതോടെ പുതിയ വാഹനങ്ങൾക്കും പഴയ വാഹനങ്ങൾക്കും സംസ്ഥാനത്തെ 6 പട്ടണങ്ങളിൽ ഏർപ്പെടുത്തിയ വിലക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ താജുദ്ദീൻ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൊതുഗതാഗത സംവിധാനം തന്നെ താറുമാറാകുമെന്ന രീതിയിലേക്കായിരുന്നു സർക്കാർ നിലപാടെടുത്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേ, അതിന്റെ ഒരു നിയമപരമായ വശം, അത് മറികടക്കാൻ ഹരിത ട്രിബ്യൂണലിലുള്ള സാധ്യതകളൊക്കെ എങ്ങനെയാണ്? പൊതുഗതാഗത സംവിധാനത്തെ ആകെ താറുമാറാക്കുന്നതായിരുന്നു ഹരിത ട്രിബ്യൂണലിന്റെ ഇടക്കാല ഉത്തരവ്. ഈ ഉത്തരവ് മൂലം 2000 സിസിയിലധികമുള്ള പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനോ വിലക്കേർപ്പെടുത്തിയിരുന്നു. 10 വർഷത്തിലധികമുള്ള 2000 സിസിയിലുള്ള ഡീസൽ വാഹനങ്ങൾക്ക് സംസ്ഥാനത്തെ 6 പട്ടണങ്ങളിലും വിലക്കേർപ്പെടുത്തിക്കൊണ്ടായിരുന്നു വിധി. ഹൈക്കോടതി അഭിഭാഷകരുടെ പരിസ്ഥിതി സംഘടനയായ ലീഫ് സമർപ്പിച്ച ഹർജിയിൽ പ്രാഥമിക വാദം കേട്ടതിനു ശേഷമാണ് ഹരിത ട്രിബ്യൂണൽ ഇത് വിലക്ക് ഏർപ്പെടുത്തിയത്. ദില്ലിയിൽ ഇത് സമാനമായ വിലക്ക് ഏർപ്പെടുത്തിയതും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് കേരളത്തിലും ഇതുപോലെയുള്ള ഉത്തരവ് ഹരിത ട്രിബ്യൂണൽ പുറപ്പെടുവിച്ചത്. എന്നാൽ ശരിയായ പഠനം നടത്താതെയും സംസ്ഥാനത്തെ മലിനീകരണത്തിന്റെ തോത് പരിശോധിക്കാതെയുമാണ് ഇത് സംബന്ധിച്ച ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും ഒട്ടേറെ വാഹന ഉടമകൾക്ക് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പൊതുഗതാഗത KSRTC അടക്കമുള്ള പൊതുഗതാഗത സംവിധാനത്തെയും താറുമാറാക്കുമെന്ന് പരക്കെ വിലയിരുത്തിപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് KSRTCയും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന്റെ ഉടമകളും അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളുടെ ഡീലർമാരും ഹൈക്കോടതിയിൽ വിവിധ ഹർജികളുമായി സമീപിച്ചത്. പുതിയ വാഹനങ്ങൾക്ക് കൃത്യ വിലക്ക് ഹൈക്കോടതി നേരത്തെ തന്നെ സ്റ്റേ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് സ്റ്റേ ഉത്തരവ് നീക്കണമെന്നാവശ്യപ്പെട്ട ഹർജിക്കാരായ അഭിഭാഷക സംഘടന
കോടതിയിൽ പ്രത്യേക ഹർജിയും സമർപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വിശദമായ വാദം നടന്നത്. ഏറ്റവും പ്രധാനമായ വാദം ഹൈദർ ട്രിബ്യൂണൽ ഉത്തരവ് സംസ്ഥാനത്ത് പുറപ്പെടുവിച്ച വിധി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാനാവില്ല, സുപ്രീം കോടതിയിൽ മാത്രമേ ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യാനാവൂ എന്ന നിയമവ്യവസ്ഥ ചൂണ്ടിക്കാട്ടി ഹർജിക്കാർ വാദിച്ചിരുന്നു. എന്നാൽ ഭരണഘടനയുടെ 226 അനുച്ഛേദ പ്രകാരം സംസ്ഥാനത്ത് ട്രിബ്യൂണൽ പാസാക്കിയ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകാൻ അവകാശമുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് പൂർണ്ണമായും ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ഇതോടെ പഴയ വാഹനങ്ങൾക്കും പുതിയ വാഹനങ്ങൾക്കും ഡീസൽ വാഹനങ്ങൾക്കും രജിസ്ട്രേഷനും ഒപ്പം തന്നെ വാഹനങ്ങൾ ഓടുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ട്രിബ്യൂണൽ വിധി പൂർണ്ണമായും ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സൗമ്യ, ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ താജുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മറ്റു വാർത്തകളിലേക്ക്. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരായ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സ്കൂൾ പൂട്ടിയതായി സർക്കാർ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതിയലക്ഷ്യ നടപടികൾ അവസാനിപ്പിച്ചത്. മങ്ങാട്ടുമുറി, പാലാട്ട് സ്കൂളുകളും അടച്ചുപൂട്ടിയതായി സർക്കാർ കോടതിയെ അറിയിച്ചു. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള മുൻ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി മലാപ്പറമ്പ് സ്കൂൾ മാനേജർ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയാണ് ഹൈക്കോടതി തീർപ്പാക്കിയത്. സ്കൂൾ പൂട്ടിയതായി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ഹർജി തീർപ്പാക്കി ഉത്തരവായത്. ഹർജി പരിഗണിച്ചപ്പോൾ സ്കൂൾ പൂട്ടിയത് നിയമപ്രകാരമല്ലെന്ന് സ്കൂൾ മാനേജറുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. പൂട്ടിയ സ്കൂൾ കെട്ടിടത്തിന്റെ താക്കോൽ മാനേജരെ ഏൽപ്പിച്ചിട്ടില്ലെന്ന വിവരമാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഇതിനെ തുടർന്ന് AEO സ്കൂൾ കെട്ടിടത്തിന്റെ താക്കോൽ കോടതി വഴി മാനേജറുടെ അഭിഭാഷകന് കൈമാറുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കോടതിയലക്ഷ്യ ഹർജി തീർപ്പാക്കിയതായി കോടതി അറിയിച്ചത്. മലപ്പുറം ജില്ലയിലെ മങ്ങാട്ടുമുറി, കോഴിക്കോട് ജില്ലയിലെ പാലാട്ട് എന്നീ സ്കൂളുകൾ അടച്ചുപൂട്ടിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ കോടതി ഉത്തരവ് പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടില്ലെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് ഈ 2 കേസുകളും ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ തൃശൂർ കിരാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളിലെ കുട്ടികൾക്ക് താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വേലൂർ പഞ്ചായത്തിലെ വ്യവസായ കേന്ദ്രത്തിലാണ് താൽക്കാലിക ക്ലാസ് റൂമുകൾ ഒരുങ്ങിയത്. വടക്കഞ്ചേരി AEOയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിലെ രേഖകൾ ഏറ്റെടുത്തു. മെയ് 30 അടച്ചുപൂട്ടിയ കിലാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളിലെ കുരുന്നുകൾക്ക് ആശ്വാസം പകർന്നാണ് താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കിയത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഓഫീസ് അടച്ചെങ്കിലും സ്കൂളിൽ ക്ലാസുകൾ നടന്നുവരികയായിരുന്നു. സ്കൂൾ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ വടക്കാഞ്ചേരി AEO TN അംബികാവല്ലി രേഖകൾ ഏറ്റെടുത്തു. സ്കൂളിലെ 40 കുട്ടികൾക്കും വേലൂർ പഞ്ചായത്തിലെ വ്യവസായ കേന്ദ്രത്തിൽ താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കി. PMLP കിരാലൂർ സ്കൂളിലെ കുട്ടികളെ സുരക്ഷിതമായ സ്ഥലത്ത് കോടതി ഉത്തരവ് പ്രകാരം ആക്കിയിട്ടുണ്ട്. വേലൂർ പഞ്ചായത്ത് 9ാം വാർഡിലെ വ്യവസായ കേന്ദ്രത്തിലാണ് കുട്ടികളെ സുരക്ഷിതമായി എത്തിച്ചേർത്തിരിക്കുന്നത്. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നടപടികൾ പൂർത്തിയായതായി AEO ഹൈക്കോടതിയെ അറിയിക്കും. ഒരാഴ്ചക്കുള്ളിൽ സ്ഥിരം സംവിധാനങ്ങൾ ഒരുക്കാനാവുമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി അറിയിച്ചു. അധികം താമസിയാതെ തന്നെ സർക്കാർ ഏറ്റെടുത്ത ഉടനെ അതേ സ്കൂളിൽ തന്നെ ഈ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വ്യവസായ കേന്ദ്രത്തിലെ താൽക്കാലിക കെട്ടിടത്തിൽ ക്ലാസുകൾ പുനരാരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെന്നൂരിൽ വനിതാ ATAയുടെ മേൽക്കൂര തകർന്നു വീണു. നിരവധി വിദ്യാർത്ഥിനികൾക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ഷാജഹാൻ ചേർന്നുണ്ട്. ഷാജി, പരിക്കേറ്റ വിദ്യാർത്ഥിനികളുടെ സ്ഥിതി എങ്ങനെയാണ്? വിവരങ്ങൾ. സൗമ്യ, ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത്. ചെങ്ങന്നൂർ ഗവൺമെന്റ് ITAയുടെ മേൽക്കൂര ഇടിഞ്ഞ് കുട്ടികളുടെ മേത്ത് വീഴുകയായിരുന്നു. ക്ലാസ് നടന്ന സമയത്തായിരുന്നു അപകടം സംഭവിച്ചത്. ഏകദേശം 10-20ഓളം കുട്ടികൾക്കാണ് പരിക്ക് പറ്റിയത്. ഇതിൽ സാരമായ പരിക്കേറ്റ ഏകദേശം 10ഓളം വരുന്ന കുട്ടികളെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലുമായി മാറ്റിയിരിക്കുകയാണ്. ഈ അടുത്തിടെ നിർമ്മാണം പൂർത്തീകരിച്ച ഗവൺമെന്റ് ITAയുടെ മേൽക്കൂരയാണ് ഇടിഞ്ഞു വീണത്. സംഭവത്തിന് പിന്നിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. എന്തായാലും പരിക്കേറ്റ കുട്ടികൾക്ക് മറ്റ് ഗുരുതരമായ അവസ്ഥകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി മെട്രോ 2ാം റീച്ചിന്റെ നിർമ്മാണ കരാറിൽ നിന്നും സോമ കൺസ്ട്രക്ഷൻസിനെ DMRC ഒഴിവാക്കി. കരാർ തുകയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കമ്പനിയെ ഒഴിവാക്കാൻ കാരണം. യഥാസമയം സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിൽ മുൻ സർക്കാർ വരുത്തിയ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണം. കാലതാമസം മൂലം നിർമ്മാണ ചെലവിൽ വർധനവുണ്ടായ സാഹചര്യത്തിൽ തുക വർദ്ധിപ്പിച്ചു നൽകണമെന്ന് കമ്പനി ആവശ്യപ്പെടുകയായിരുന്നു. യഥാസമയം സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിൽ മുൻ സർക്കാർ വരുത്തിയ വീഴ്ചയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. നിർമ്മാണം വൈകുന്നതുമൂലം നിർമ്മാണ ചെലവ് വർദ്ധിച്ചുവെന്നും ഇതിനാൽ 30% തുക അധികം വേണമെന്നും കരാർ ഏറ്റെടുത്ത സോമ കൺസ്ട്രക്ഷൻസ് ആവശ്യപ്പെടുകയായിരുന്നു. ഈ ആവശ്യം DMRC തള്ളിയതിനെ തുടർന്ന് കരാറിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സോമ കൺസ്ട്രക്ഷൻസ് ആവശ്യപ്പെട്ടു. ഇതോടെ സോമ കൺസ്ട്രക്ഷൻസിനെ ഒഴിവാക്കാൻ DMRC തീരുമാനിക്കുകയായിരുന്നു. മഹാരാജാസ് മുതൽ സൗത്ത് വരെയുള്ള ഭാഗത്തെ നിർമ്മാണം ഇതോടെ പ്രതിസന്ധിയിലായി.
പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റ് പോംവഴികൾ തേടുകയാണ് DMRC. ഇനി പുതിയ കൺസ്ട്രക്ഷൻ കമ്പനിയെ കണ്ടെത്തണം, അതിനായി ടെൻഡർ വിളിക്കണം തുടങ്ങി നിരവധി കടമ്പകളാണ് കാത്തിരിക്കുന്നത്. ഇതിന് വരാനിടയുള്ള കാലതാമസം മെട്രോ നിർമ്മാണം യഥാസമയം പൂർത്തിയാക്കുന്നതിന് തടസ്സമാകുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഞ്ജു ബോബി ജോർജിന്റെ ആരോപണം ശരിയാണെന്ന് കരുതുന്നില്ലെന്ന് സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ്. EP ജയരാജൻ അത്തരത്തിൽ പെരുമാറുമെന്ന് കരുതുന്നില്ല. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മുഴുവൻ സമയവും ചുമതല വഹിക്കണമായിരുന്നു. പദവി ഏറ്റെടുക്കുമ്പോൾ അഞ്ജു അതിനെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നുവെന്നും പത്മിനി തോമസ് തിരുവനന്തപുരത്ത് പറഞ്ഞു. എനിക്കങ്ങനെ തോന്നുന്നില്ല മിനിസ്റ്റർ അധിക്ഷേപിക്കുമെന്ന്. കാര്യം നമ്മളോടൊക്കെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം കണ്ടിട്ടുണ്ട്. പക്ഷെ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരു കായിക താരമാണ്, ഒരു ലേഡിയാണ്. ആക്ച്വലി സ്പോർട്സ് കൗൺസിലിന് ഒരു ഫുൾ ടൈം പ്രസിഡൻ്റാണ് വേണ്ടത്. ഇടയ്ക്ക് വന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഡേ ടു ഡേ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ നോക്കണം, ഇൻവോൾവ് ആയിരിക്കണം. അപ്പം അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ചില ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുക. അത് അഞ്ജുവിന് തോന്നേണ്ട കാര്യം. നമ്മൾ ഏത് സ്ഥാനങ്ങളും ഒരാൾ ഏറ്റെടുക്കുമ്പം ആ സ്ഥാനം എന്താണ്, അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിന് പോയി ഒരു ദിവസം നിൽക്കുന്ന പോലെയുള്ള ഒരു സ്ഥാനമല്ല സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് VM സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ ഇന്ന് ദില്ലിയിലെത്തും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണമെന്ന AI ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം ശക്തമായതോടെയാണ് 3 നേതാക്കളെയും ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചത്. നേതൃമാറ്റം അനിവാര്യമാണെന്നും ഹൈക്കമാൻഡ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഗ്രൂപ്പ് നേതാക്കൾ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. സമവായ ശ്രമം ലക്ഷ്യമിട്ടാണ് ഇരുതട്ടിലായ VM സുധീരൻ, ഉമ്മൻചാണ്ടി, ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് അടിയന്തരമായി കൂടിക്കാഴ്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി 3 നേതാക്കളും ദില്ലിയിലെത്തും. നാളെയാണ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച. തോൽവിയുടെ ഉത്തരവാദിത്തം KPCC നേതൃത്വത്തിൻ്റെതാണെന്നും VM സുധീരൻ അധ്യക്ഷ പദവി ഒഴിയണമെന്നുമുള്ള നിലപാടിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി നിയമസഭാ കക്ഷി നേതൃപദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനം VM സുധീരനും ഒഴിയണമെന്നാണ് ഇരു ഗ്രൂപ്പുകളുടെയും നിലപാട്. ഇക്കാര്യം A ഗ്രൂപ്പ് ദൂതനായെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. സുധീരൻ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നും നേതാക്കൾ ഹൈക്കമാൻഡിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ അഴിമതി ആരോപണരായവരെ മാറ്റി നിർത്താനുള്ള തന്റെ തീരുമാനം തള്ളിയ ഉമ്മൻചാണ്ടി, ചെന്നിത്തല നിലപാടാണ് തിരിച്ചടിയായതെന്ന നിലപാടിൽ സുധീരനും ഉറച്ചു നിൽക്കുന്നു. ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയമെന്നും സംഘടന പൊളിച്ചെടുത്താണ് ഉണ്ടാവേണ്ടതെന്നും ഹൈക്കമാൻഡ് മുമ്പാകെ സുധീരൻ ആവർത്തിക്കുമെന്നാണ് സൂചന. അതിനാൽ തന്നെ സമവായം കണ്ടെത്തുന്നതിനായി ദില്ലിയിലെ ചർച്ചയും നീണ്ടുപോയേക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച വിലയിരുത്തലാണ് മുഖ്യ അജണ്ട. ചില മണ്ഡലങ്ങളിൽ LDF 3ാം സ്ഥാനത്തേക്ക് പോയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളും 2 ദിവസത്തെ യോഗത്തിൽ നടക്കും. ഭാവി പരിപാടികൾക്കും യോഗം രൂപം നൽകും. ക്ഷേത്രനഗരിയായ ഗുരുവായൂരിൽ 3ാം തവണയാണ് KV അബ്ദുൽ ഖാദർ തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 10 വർഷം മണ്ഡലത്തിൽ തുടക്കം കുറിച്ച പദ്ധതികൾക്ക് പുറമെ പുതിയ വികസന പ്രവർത്തനങ്ങളും MLAയുടെ മനസ്സിലുണ്ട്. മുൻ സർക്കാരിന്റെ നിസ്സഹകരണം മൂലം മുടങ്ങിക്കിടക്കുന്ന ഗുരുവായൂർ മേൽപ്പാലം അടക്കം യാഥാർത്ഥ്യമാക്കാനാണ് KV അബ്ദുൽ ഖാദർ ശ്രമം ആരംഭിച്ചത്. ഗുരുവായൂരിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് എക്കാലത്തും അസൗകര്യമാവുന്നത് റെയിൽവേ ക്രോസിലെ ഗതാഗത കുരുക്കാണ്. റെയിൽവേ മേൽപ്പാലത്തിന് കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി ഫണ്ട് അനുവദിച്ചെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ലഭ്യമാകാത്തതും സ്ഥലമേറ്റെടുപ്പ് നടക്കാത്തതും നിർമ്മാണത്തിന് വിലങ്ങുതടിയായി. LDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് KV അബ്ദുൽ ഖാദർ MLA. അടിയന്തരമായ പരിഗണന ഗുരുവായൂർ മേൽപ്പാലത്തിന് നൽകണം എന്ന ശക്തമായ അഭിപ്രായമാണ് മണ്ഡലത്തിലെ ജനങ്ങൾക്കുള്ളത്. ഇത് ശക്തമായിട്ട് ഗവൺമെന്റിന് മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുകയും ചെയ്യും. ചേറ്റുവ ഹാർബറിന്റെ നവീകരണം, മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ നവീകരണം, ക്ഷേത്രനഗരിയിലെ കുടിവെള്ള പദ്ധതി തുടങ്ങി ആരംഭം കുറിച്ച പദ്ധതികൾ പൂർത്തിയാക്കുന്നതിലും ശ്രദ്ധ ചെലുത്തും. ഗുരുവായൂരിലെ കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണം, ഗുരുവായൂർ ഡ്രെയിനേജ് സ്കീമിന്റെ പൂർത്തീകരണം ഇത്യാദി പദ്ധതികളാണ് അടിയന്തരമായിട്ട് പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിലെ പാതകളുടെ നവീകരണത്തിനും പട്ടണത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിനും പദ്ധതികൾ നടപ്പാക്കുമെന്ന് KV അബ്ദുൽ ഖാദർ MLA വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വ്രതാനുഷ്ഠാനത്തോടെ റംസാൻ നോയമ്പ് ആചരിക്കുന്ന ഓരോ വിശ്വാസിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഉലുവാക്കഞ്ഞി. വിശ്വാസത്തിനൊപ്പം ആരോഗ്യ സംരക്ഷണത്തിന് പൂർവികന്മാർ കണ്ടെത്തിയതാണ് ഉലുവാക്കഞ്ഞി എന്ന ആരോഗ്യ സംരക്ഷണ കൂട്ട്.
മനസ്സും ശരീരവും ദൈവത്തിലർപ്പിച്ചുള്ള വ്രതാനുഷ്ഠാന കർമ്മത്തിൽ ഓരോരുത്തരും മുഴുകുമ്പോൾ ശരീരത്തെ ഇതിനോടൊപ്പം സജ്ജമാക്കുന്ന ആഹാര രീതികളിൽ പ്രധാനമാണ് റംസാൻ കാലത്തെ ഉലുവ കഞ്ഞി. ഉലുവ ഒരു ചെറിയ കാര്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ പൂർവികർ വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമാക്കിയത് ശാസ്ത്രീയ സത്യങ്ങളെ തിരിച്ചറിഞ്ഞു തന്നെയാണ്. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുമുള്ള ഉലുവയുടെ കഴിവ് ആധുനിക ലോകം കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പൂർവികർ കണ്ടെത്തിയിരുന്നു എന്നതിന്റെ തെളിവാണ് ഓരോ പള്ളികളിലും വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ വിളമ്പുന്ന ഉലുവ കഞ്ഞി. ശരീരത്തിന്റെ ഈ ഏകദേശം കർക്കിടക കഞ്ഞിയുടെ അടുത്ത് വരുന്നൊരു കഞ്ഞിയാണത്. വൈദ്യശാസ്ത്രം അതിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രം പറയുന്നത് എത്രയും അത് കഴിക്കണമെന്ന് തന്നെയാണ്. ആയുർവേദ വിധി പ്രകാരം ഉലുവ കഞ്ഞി കഴിക്കണമെങ്കിൽ ചില പ്രത്യേക വിധികളുണ്ട്. ഇതുപയോഗിക്കുന്ന സമയത്ത് പുകവലി, മദ്യപാനം, മറ്റു ദുശീലങ്ങൾ എന്നിവ പാടില്ല. ഇത് തന്നെയാണ് റംസാൻ വ്രതാനുഷ്ഠാനത്തിന്റെ പ്രധാന ലക്ഷ്യവും. മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കി ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ആയുർ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയുമെന്ന മഹാദൗത്യം തന്നെയാണ് വിശ്വാസത്തിന്റെ ഭാഗമായി റംസാൻ വ്രതവും മനുഷ്യരാശിക്ക് നൽകുന്ന സന്ദേശം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മാൾ ഓഫ് ജോയ് ശനിയാഴ്ച ബേക്കർ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിക്കും. ലോകപ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ ജോയ് ആലൂക്കാസ് ആണ് കോട്ടയം നഗരഹൃദയത്തിൽ മാൾ തുറക്കുന്നത്. ഷോപ്പിംഗ് കൂടുതൽ സൗകര്യപ്രദമാക്കാൻ 3 നിലകളിലായി പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 5 നിലകളിലായി 2 ലക്ഷം ചതുരശ്ര അടിയിൽ നിർമ്മിച്ച പ്രീമിയം റീറ്റെയിൽ ഷോപ്പിംഗ് വിഭാഗം അടക്കം ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് മാളാണ് ജോയ് ആലൂക്കാസ് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കായി ലിൽ ജോയ് എന്ന പ്രത്യേക വിഭാഗവുമുണ്ട്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത് മത്സ്യം വളർത്തുക എന്ന പുതിയ പദ്ധതിക്ക് ചേർത്തലയിൽ തുടക്കമായി. മന്ത്രി പി തിലോത്തമൻ പദ്ധതിയുടെ വിളവെടുപ്പ് നടത്തി. ഓക്സിജന്റെ അളവ് കുറഞ്ഞ മേഖലയിലും ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മാലിന്യ സംസ്കരണ പദ്ധതിക്ക് പുതിയ രൂപവും ഭാവവും നൽകി ശ്രദ്ധേയമാവുകയാണ് ഗാന്ധി സേവാ കേന്ദ്രം. വീട്ടമ്മമാരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിക്കുക എന്നുള്ളത്. ഇതിന് പരിഹാരമായാണ് മത്സ്യങ്ങളെ വളർത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ഈ പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുൻ കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ പത്മകുമാറാണ്. ഒരു 10 സ്ക്വയർ മീറ്റർ ഉള്ള ടാങ്ക് ഉണ്ടെങ്കിൽ, ഒരു സിറ്റ് ഔട്ടിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് രൂപകൽപ്പന വളരെ പ്രധാനമാണ്. ഡിസൈൻ അങ്ങനെ ചെയ്താൽ നമുക്ക് അതിനകത്ത് ഒരു 100 മുതൽ 150 വരെ മത്സ്യം വളർത്താം. പത്മകുമാറിന്റെ നേതൃത്വത്തിൽ പരീക്ഷിച്ച് വിജയിച്ച സാങ്കേതിക വിദ്യയാണിത്. ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനോടൊപ്പം മത്സ്യം വിറ്റ് കിട്ടുന്ന പണവും പദ്ധതി നടപ്പിലാക്കുന്നവർക്ക് സഹായകരമായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് ഞാനിപ്പം വേസ്റ്റ് ഒന്നും ഇല്ല, കാരണം ഇതിന് കൊടുക്കുന്നതുകൊണ്ടേ നമ്മൾ ഭക്ഷണത്തിന്റെ എല്ലാ വേസ്റ്റ് കഴിക്കുന്നത്. അതാണ് അങ്ങനെയാണ് ഇതിന്റെ ഇത്. മറ്റുള്ള എല്ലാ ശിഷ്ടങ്ങളും കഴിക്കുന്ന മീനുകളാണ് നമ്മൾ വളർത്തുകയും ചെയ്യേണ്ടത്. ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലാണ് പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. നബാർഡിന്റെ സഹായത്തോടെയാണ് മത്സ്യ വളർത്തു കേന്ദ്രം ഒരുക്കിക്കൊടുക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനൊപ്പം മത്സ്യസമ്പത്ത് കൂടി വളർത്തിയെടുക്കുക എന്ന പുതിയ പദ്ധതിക്കാണ് ചേർത്തലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ പ്രിൻസ് ഇല്യാസിനൊപ്പം ഷാജഹാൻ.